ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ ആന്റി? ഒരു ചോക്കോബാർ. ശരി. വായിച്ചു കൂട്ടിയതൊക്കെ അവള് വിശ്വസിച്ചു. അവള് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. താലി കെട്ടിയ പുരുഷൻ താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് കൺമുമ്പിൽ നിന്ന് പറയുമ്പോ ഒരു പെണ്ണ് ചെയ്യുന്നതെന്തോ അതേ അവളും ചെയ്തുള്ളൂ. ഇപ്പോ ആദ്യയുടെ കാര്യം. എന്റെ മോളുടെ 2 ചിറകും അറ്റുപോവാ. എനിക്ക് ആയുസ്സുള്ള കാലം വരെ ഞാൻ അവളുടെ കൂടെ ഉണ്ടാവും. എന്നെ കൊണ്ടാവും വിധം ഞാൻ അവളെ ആശ്വസിപ്പിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറത്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ഹരിക്കൊരു കാര്യം അറിയോ? ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിനിടയിലും ഹരി ഒരു കവിത എഴുതിയില്ലേ? അതിനെക്കുറിച്ച് അവൾ എന്നോട് പറഞ്ഞത് തുള്ളിച്ചാടുന്ന ഒരു കുട്ടിയെ പോലെയാ. ഹരിക്ക് അവളുടെ മനസ്സിലുള്ള സ്ഥാനം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഹരി എന്താ ഉദ്ദേശിക്കുന്നത് നിത്യയുടെ കാര്യത്തിൽ? ആന്റി, നിത്യയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറാൻ തീരുമാനിച്ചത് ആന്റി നേരത്തെ പറഞ്ഞ കാര്യമില്ലേ? ഒരു പെണ്ണിന്റെ വിധിയോ ഗതികേടോ ഒക്കെ മനസ്സിലാക്കിയിട്ട്. അല്ലാതെ വേറുപിരിഞ്ഞു പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സൗഹൃദങ്ങളൊന്നും എന്നെ ഇത്രത്തോളം സന്തോഷിപ്പിച്ചിട്ടില്ല, ആശ്വസിപ്പിച്ചിട്ടില്ല. നിത്യ എൻ്റെ അടുത്ത് വന്നതിന് ശേഷം വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അതിൻ്റെയൊക്കെ നടുവിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ നിത്യ വരുമെന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക്. ഞാൻ അവളോട് സംസാരിക്കട്ടെ? വേണ്ട ആന്റി. ഒഴിഞ്ഞു മാറിയ കളത്തിലേക്ക് അയാൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതാരുടെയും നിർബന്ധം കൊണ്ടാവരുത്, സ്വന്തം ഇഷ്ടത്തിലായിരിക്കണം. അമ്മാവൻ വീണയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് പോലും ഞാനും നിത്യയെ ഒന്നിച്ചു ചേരാൻ വേണ്ടിയാ. എനിക്കത് നന്നായിട്ടറിയാം. പക്ഷേ ഇക്കാര്യത്തിൽ തീരുമാനം നിത്യയുടേതാ. എനിക്കൊരിക്കലും വേറൊരു ജീവിതം ഉണ്ടാവില്ല. എന്റെ ജീവിതത്തിലേക്ക് വേറെ ആരും വരികയില്ല. അതിനെ തോറ്റുപോയവന്റെ ഗതികേടെന്നോ കാത്തിരിപ്പിന്റെ തീവ്രതയെന്നോ എന്തു വേണമെങ്കിലും പറയാം. ഞാൻ പൊയ്ക്കോട്ടെ ആന്റി. ഹരി, ഹരി നിത്യയോട് അകലം കാണിക്കരുത്. അതൊരിക്കലും ഉണ്ടാവില്ല. ഞങ്ങളുടെ സൗഹൃദങ്ങൾക്ക് അതിന് കഴിയില്ല ആന്റി. എന്റെ വരികൾക്ക് പോലും. എന്റെ ജീവിതത്തിനും അർത്ഥമുണ്ടാക്കി തന്ന പെണ്ണാ നിത്യ. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. പറയാത്തെ? മോന് നിത്യമ്മ വലിയ ഇഷ്ടാണല്ലേ? അതെ, നിത്യമ്മക്ക് അറിഞ്ഞൂടെ? നിത്യമ്മ എന്ത് പറഞ്ഞാലും അത് മോനെ അനുസരിക്കോ? 2 ദിവസം കഴിയുമ്പോ മനുവും ചോദ്യം വരും മോനെ കൊണ്ടുപോവാൻ. ഞാൻ പോവൂല. മോൻ പോണം. മോനെ വളർത്താനുള്ള അവകാശം മോന്റെ അച്ഛനും അമ്മയ്ക്കല്ലേ ഉള്ളത്? എനിക്ക് ആരെയും വേണ്ട, നിത്യമ്മ മാത്രം മതി. നിത്യമ്മ പറയുന്നതൊക്കെ കേൾക്കാന്ന് നിത്യമ്മയുടെ വാക്ക് പറഞ്ഞതല്ലേ? നിത്യമ്മക്ക് ഇഷ്ടമല്ലേ? ജീവനോളം ഇഷ്ടം.
പിന്നെ എന്തിനാ എന്നെ പറഞ്ഞയക്കുന്നത്? അതിപ്പോ ആദ്യക്കുട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ മോനിപ്പോ അവരുടെ കൂടെ പോയില്ലെങ്കിൽ എല്ലാവരും നിത്യമ്മയെ കുറ്റം പറയും, നിത്യമ്മയെ ഒറ്റപ്പെടുത്തും. നിത്യമ്മയെ എല്ലാരും കുറ്റപ്പെടുത്തുന്നത് മോന് കേൾക്കാൻ പറ്റുമോ? ഇല്ല. ആദ്യം മോൻ ഒരു കാര്യം ചെയ്യും. മനുവും ജ്യോതിയും വരുമ്പോ അവരുടെ കൂടെ പോണം. എന്നിട്ട് എന്തേലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിത്യമ്മയെ വിളിച്ചാൽ മതി. നിത്യമ്മ പങ്ങോട്ട് വരാം. നിത്യമ്മ പറഞ്ഞ മോൻ അനുസരിക്കില്ലേ? നല്ല കുട്ടികൾ അങ്ങനെയല്ലേ ചെയ്യാ? എന്നാലും നിത്യാമ്മ ചിലപ്പോ മോൻ ഇവിടെ ചെന്ന് കഴിയുമ്പോ മനുവും ജ്യോതിയും തന്നെ മോനോട് പറയും, മോൻ നിത്യമ്മയുടെ അടുത്ത് പോയി നിന്നോന്ന്. അങ്ങനെ പറയോ? എന്തായാലും നിത്യമ്മ അടുത്ത് തന്നെയല്ലേ. ഇടയ്ക്കിടയ്ക്ക് ആദ്യം മോന് നിത്യമ്മയുടെ അടുത്ത് വന്ന് നിക്കാലോ. പിന്നെ സ്കൂളിൽ നിത്യമ്മയുടെ അടുത്തേക്കല്ലേ വരുന്നേ, പിന്നെന്താ? മനു മോന്റെ അച്ഛനാ ജ്യോതിയെ മോനെ പ്രസവിച്ചത്. മോൻ അവരുടെ കൂടെ പോണം. മോൻ അവര് പറയുന്നതൊക്കെ അനുസരിക്കണം, അവരെ സ്നേഹിക്കണം. നിത്യമ്മ പറഞ്ഞോണ്ട് ഞാൻ പോവാം. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ലേ ഞാനിങ്ങ് തിരിച്ചു വരും. അപ്പ നിത്യാമ്മ എന്റെ അടുത്തൊന്നും പറയരുത്. മോനെ ഐസ്ക്രീം വേണോ? വേണ്ട. അങ്ങനെ പറയല്ലേ. അപ്പൊ നിത്യമ്മ വിചാരിക്കില്ലേ നിത്യമ്മയോട് പിണങ്ങിയിട്ടായിരിക്കുമെന്ന്? മോൻ ഇവിടെ ഇരിക്കെ, നിത്യമ്മ പോയി വാങ്ങിച്ചിട്ട് വരാം. സങ്കടപ്പെടരുത് കേട്ടോ. എന്താ ആന്റി? ഒരു ചോക്കോബാർ. ശരി. പിടിച്ച് കേറ്റവനെ. അയ്യോ, ആയിട്ടുണ്ട്. ആദി മോനെ.